വെൽക്കം ബാക്ക് ടു ഷാനുസ് വയനാട്. ഇന്നും നമ്മളൊരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നല്ലൊരു തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ ഞാൻ ഗ്യാസിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ്. എളുപ്പത്തിൽ ഞാൻ മുട്ടയും മൈദയും വെച്ചിട്ടുള്ളൊരു നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചൂട് ചായയുടെ കൂടെ നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ. ഇന്ന് രാവിലെ നീറ്റപ്പോൾ എന്തോ ഒരു മഴ കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇത് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ പാൽ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും വെള്ളതാ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിച്ച് മാറ്റിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാൽ ചായയും നല്ല ക്രിസ്പി ആയിട്ടുള്ള മൈദ ദോശയാണ് കേട്ടോ. ഒരു മുട്ടയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1.5 കപ്പ് പൊടിക്ക് ഒരു മുട്ട ചേർത്തിട്ട് ഒരു നുള്ളു പഞ്ചസാര ഉപ്പ് കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശൻ്റെ മാവ് കലക്കില്ല, ആ പാകത്തിന് കലക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയൊരു മധുരം, നല്ല ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇടാനായിട്ട് ഒരു മോട്ടിവേഷനൊക്കെ തരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. വെള്ളം വെച്ച് കൊടുത്താൽ പിന്നെ കറിക്കുള്ളത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം, ഇത് നമ്മൾ തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൺകലത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതാണ്. അപ്പോൾ ആ ചോറിലേക്ക് വേണ്ട വെള്ളം നമുക്ക് ആ ഒരു ചൂടോട് കൂടി ഒഴിക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ടിപ്സുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. 2.5 നാഴി റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ഉലുവ, വലിയ ജീരകം എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മൾ അരി കഴുകിയെടുക്കുമ്പോൾ തന്നെ കൂടെ തന്നെ കഴുകിയെടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും അളവ് കൂടി പോകണ്ട, അപ്പോൾ ചോറിന് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അരമുറി തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ തേങ്ങാച്ചോറിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ടല്ലോ, ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ഈ രീതിക്കാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചോറിലേക്കുള്ള വെള്ളം പാകത്തിനായി കിട്ടാറുണ്ട്. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു നമ്മുടെ കൈ വിരൽ മുങ്ങുന്ന ആ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. റേഷൻ ഏത് അരിക്കാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യാണ്ട് പാകത്തിനായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ ചൂടുവെള്ളം അപ്പുറത്തേക്ക് മാറ്റാം. ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞ് വരികയാണ് തോന്നുകയാണെങ്കിൽ ആ ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ ചോറിൽ വെള്ളം പറ്റിയ ആ ഒരു സമയത്ത് ചോറ് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ചോറൊക്കെ കൂടി അങ്ങോട്ട് കുഴഞ്ഞു പോകുന്നാകെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതീയിലിട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ചോറ് ഇതാ വെന്ത് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു വെള്ളം തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിക്ക് നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഞാൻ കുക്കറിൽ സ്റ്റൗവിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ കൂടി ഇട്ടിട്ട് തക്കാളി, ഉള്ളി ഒന്നും തന്നെ ചേർക്കാണ്ട് വെറുതെ വേവിച്ചെടുത്താണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് അതും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ആണ് നമ്മൾ ബീഫ് ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടിയെടുക്കുന്നത്. ഇനി ലാസ്റ്റാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറവാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ നെയ്യും ചേർത്തില്ല, നെയ്യിൻ്റെ കൂടെ ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരും. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂണ് ഗരം മസാല, കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ ബീഫ് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ കൂടെ നമ്മൾ ഈ രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ കറി വേണമെന്നുണ്ടെങ്കിൽ കറിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ബീഫിൻ്റെ സ്റ്റോക്ക് കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതുപോലെ ഇത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് പറമ്പിലേക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കയറി വന്നാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഒന്ന് വന്നാണ്. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും പിന്നെ പഫ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുട്ട പഫ്സ്. അതും കൂടി കഴിച്ചു വൈകുന്നേരം ആ സമയത്ത്. വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ചെറിയൊരു പനിയും തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വോയിസ് കൊടുക്കാണ്ട് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് വോയിസിൽ വീഡിയോ ഇടുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വോയിസ് ഒന്നും കൊടുക്കാതെ മ്യൂസിക് ഇടുന്നത് ചില സമയത്ത് നമുക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല ഒച്ചപ്പാടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്താണ് ഈ വോയിസ് കൊടുക്കാൻ ഞാൻ അധികം ചില സമയത്ത് വീഡിയോസ് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നവരുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പീസും നമ്മൾ വ്ളോഗ് വീഡിയോയിൽ ഇടുമ്പോൾ റെസിപ്പീസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരുപാട് വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു അടുക്കളയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസ് അതിൻ്റേതായ ക്ലിയറും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ടൊന്നും വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് വീഡിയോസൊക്കെ മുന്നോട്ട് പോവുള്ളൂ. വഴുതനങ്ങ തോരൻ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട്. വൈകുന്നേരം ഇന്നും രാത്രി ഒരു 6 മണി കഴിഞ്ഞ് മഹരിബസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷാ ബാങ്ക് മഹരിബ് ബാങ്ക് ഇപ്പം നേരത്തെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇഷാസ്കാരം കഴിഞ്ഞ പാട് ചോറ് തിന്നാനിരിക്കും. ഒരു 9 മണി 10 മണിക്കൊന്നും ആ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കില്ല. കഴിയുന്നത് നേരത്തെ തന്നെയാണ് കേട്ടോ ചോറ് തിന്നാറുള്ളത്. അപ്പോൾ ചോറ് തിന്നാത്തവർക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയോ മുത്താറി ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ രാവിലത്തെ കടികളുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് കറിയുടെ കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ചോറ് തിന്നുന്നവർക്ക് എന്തായാലും ചോറ് തന്നെയാണല്ലോ വേണ്ടത്, ഇഷ്ടവും. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു, അയില മീൻകറിയും വഴുതനങ്ങ തോരനും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തിന്. ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡാക്കി കഴിയുമ്പോൾ ഓരോ പ്രതീക്ഷയാണ് കേട്ടോ. ഓരോ വീഡിയോക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ പോകുന്നു, നല്ല വ്യൂ കിട്ടുമോ, നല്ല വ്യൂ കിട്ടില്ലേ എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയും നിരാശയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ മടിച്ചിരിക്കാതെ ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നത് നിങ്ങളെ സപ്പോർട്ട് കണ്ടിട്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്ക് കാണാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക്